ജെയിൻ ഓസ്റ്റന്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു നോവലാണ് നോർത്ത് ആബി. 1817 ജെയിൻ ഓസ്റ്റന്റെ മരണത്തിന് ശേഷമാണ് ഇത് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. റിട്ടൺ ബിറ്റ്വീൻ 1798 ആൻഡ് 1799. സട്ടയർ, ഗോത്തിക് പാരഡി എന്നുള്ളതാണ് ജോണർ. സെറ്റിംഗ് ആയിട്ട് പറയുന്നത് ഏർലി 19th century ഇംഗ്ലണ്ട് ആണ്. ബാത്ത് ആൻഡ് നോർത്ത് ആബി. The contrast between imagination versus reality and the dangers of romantic fantasy ആണ് മെയിൻ തീംസ് ആയിട്ട് വരുന്നത് ഈ നോവലിന്റെ. സമ്മറി നോക്കാം. നോർത്ത് അറേബ്യ 2 വോളിയത്തിലായിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ചാപ്റ്റേഴ്സ് 1 to 15 ഫസ്റ്റ് വോളിയം, ബാക്കി സെക്കൻഡ് വോളിയം ആയിട്ടാണ്. ചാപ്റ്റർ 1 കാതറിൻ മോർലൻഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാതറിൻ മോർലൻഡ് ഹീറോയിൻ ഇൻ ട്രെയിനിങ് ആണ്. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് അലൻസുമായിട്ട് അവർ ട്രാവൽ ചെയ്യാണ് ടു ബാത്ത് ഫോർ ദ സീസൺ. ചാപ്റ്റർ 2 കാതറിൻ അവരുടെ ഫസ്റ്റ് ബാത്ത് അസംബ്ലി അറ്റൻഡ് ചെയ്യാണ്. അപ്പൊ അവിടെ വെച്ചാണ് മിസ്റ്റർ ഹെൻറി ടെൽനിയെ മീറ്റ് ചെയ്യുന്നത്, a witty and teasing man, and she dances with him. ചാപ്റ്റർ 3 കാതറിൻ ഹെൻറി ആയിട്ട് റിഫ്ലക്ട് ചെയ്യാണ് and hopes to see him again. മിസ്സസ് എലൻ, അത് ഇവരുടെ കാതറിന്റെ ഫാമിലി ഫ്രണ്ട് ആയ മിസ്സസ് എലൻ is absorbed in fashion and not very helpful socially. ചാപ്റ്റർ 4 കാതറിനും ഹെൻറിയും അവര് പമ്പ് റൂമിൽ വെച്ച് പിന്നെയും കാണുകയാണ്. and കാതറിൻ enjoys his intelligence and sense of humor. ചാപ്റ്റർ 5 ഫോർത്ത് ബോൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്, ഡിഫെൻഡിങ് വാല്യൂസ് ഓഫ് നോവൽസ്. ഇപ്പൊ കാതറിൻ ഹെൻറി ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് അല്ലെങ്കിൽ കമ്പനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇൻ ബാത്ത് ഒരു സ്ഥലമാണ്. ചാപ്റ്റർ 6 ഇസബെല്ല തോപ്പിനെ കാണുകയാണ് കാതറിൻ, who quickly becomes her best friend. അപ്പൊ അവര് ഗോത്തിക് നോവൽസ് ലൈക്ക് ദ മിസ്റ്ററീസ് ഓഫ് റുഡോൾഫോ പോലുള്ള ഗോത്തിക് നോവൽസ് വെച്ചിട്ട് ബോണ്ട് ആവുകയാണ്. ഒരേ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ബോണ്ട് ആവുകയാണ് ഇവിടെ. ചാപ്റ്റർ 7 ഇസബെല്ലയുടെ ബ്രദർ ഉണ്ട്, ജോൺ തോപ്പ്, ആൻഡ് ഹീസ് ഇൻട്രൊഡ്യൂസ്ഡ്. ഒരു ബൂറിഷ്, ലൗഡ് ആൻഡ് സെൽഫ് ഇമ്പോർട്ടന്റ് മാൻ ആണ് ജോൺ തോപ്പ്. അപ്പോൾ കാതറിൻ അദ്ദേഹത്തെ അൺപ്ലസന്റ് ആയിട്ടാണ് കാണുന്നത്, ബട്ട് ഡസന്റ് വാണ്ട് ടു ഒഫൻഡ് ഹിം. ചാപ്റ്റർ 8 കാതറിനും ഇസബെല്ലയും ഉഡോൾഫോ എന്ന നോവലിൽ പുറത്ത് ഒബ്സെസ്ഡ് ആവുകയാണ്, ആൻഡ് ജോൺ ട്രൈസ് ടു മോണോപ്പൊളൈസ് കാതറിൻസ് അറ്റൻഷൻ. ചാപ്റ്റർ 9 കാതറിന്റെ ബ്രദർ ജെയിംസ് മോർലൻഡുമായിട്ട് ഇസബെല്ല ഫ്ലിർട്ട് ചെയ്യാണ്, ആൻഡ് കാതറിൻ ഫീൽസ് അൺകംഫർട്ടബിൾ അബൌട്ട് ദി ഒബ്വിയസ് റൊമാൻസ്. ചാപ്റ്റർ 10 ഹെൻറി ടെൽനിയെ മീറ്റ് ചെയ്യാണ് ഒന്നുകൂടെ കാതറിൻ, along with his sister എലനോർ. അപ്പോൾ ഒരു രണ്ടുപേരുമായിട്ട് ബെറ്റർ ഫ്രണ്ട്ഷിപ്പ് ഹോപ്പ് ചെയ്യാണ് കാതറിൻ. ചാപ്റ്റർ 11 കാതറിൻ ഒരു കാരിയേജ് റൈറ്റിന് പ്രഷറൈസ് ചെയ്യപ്പെടുകയാണ് വിത്ത് ദ തോപ്സ് ഇൻസ്റ്റെഡ് ഓഫ് കീപ്പിംഗ് പ്ലാൻസ് വിത്ത് ദ ടെൽനീസ്. അപ്പോൾ ഈ രണ്ട് ഒബ്ലിഗേഷൻസിന് ഇടയ്ക്ക് ടോൺ ആയപ്പോൾ ഒരു ബേസിസിൽ കാതറിൻ ഫീൽസ് ഗിൽറ്റി. ചാപ്റ്റർ 12 ഈ ഒരു മിക്സപ്പിനെ കുറിച്ച് ഹെൻറിയോടും എലനോറിനോടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് കാതറിൻ. ജോൺ തോപ്പ് ഹെൻറിയോട് ഫോൾസ്ലി പറയുകയാണ് that she refused their invitation. ചാപ്റ്റർ 13 കാതറിനും ടെൽനീസും റീകൺസൈൽ ചെയ്യാണ്, and കാതറിൻ realizes that തോപ്സ് have misrepresented her actions. ചാപ്റ്റർ 14 ജെയിംസിന്റെയും ഇസബെല്ലയുടെയും എൻഗേജ്മെന്റ് അനൗൺസ് ചെയ്യപ്പെടുകയാണ്. കാതറിൻ is pleased at first but starts to notice Isabella's continued flirtation with ഫ്രെഡറിക് ടെൽനി. ഹെൻറിയുടെ ബ്രദർ ഫ്രെഡറിക് ടെൽനി ആയിട്ട് ഇസബെല്ലയുടെ ഒരു റൊമാൻസ് കാണുകയാണ് കാതറിൻ. ചാപ്റ്റർ 15 ജെയിംസ് ആയിട്ട് ഇസബെല്ല ഡിസ്റ്റൻസ് ആവുകയാണ് ആൻഡ് ഷോസ് ഇൻട്രസ്റ്റ് ഇൻ ഫ്രെഡറിക്. ഇസബെല്ലയുടെ ഇൻസിൻസിറ്റിയിൽ കാതറിൻ ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അടുത്ത വോളിയം 2 ചാപ്റ്റർ 16 to 31. ചാപ്റ്റർ 16 ജനറൽ ടെൽനി കാതറിനെ ഒരു നോർത്ത് ആബിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഷീ ഈസ് ത്രിൽഡ് ആൻഡ് ഇമാജിൻസ് എ ഗോത്തിക് അഡ്വഞ്ചർ അഹെഡ്. ചാപ്റ്റർ 17 കാതറിൻ ബാത്ത് ലീവ് ചെയ്യാണ് ആൻഡ് ട്രാവൽസ് വിത്ത് ഹെൻറി ആൻഡ് എലനോർ ടു നോർത്ത് ആബി. ഇപ്പൊ ഗോത്തിക് സെറ്റിംഗ് ഉള്ള ഒരു സ്ഥലമാണ് ഈ നോർത്ത് ആബി എന്നാണ് കാതറിൻ വിചാരിച്ചിരിക്കുന്നത്. ചാപ്റ്റർ 18 ഈ ആബി എക്സ്പ്ലോർ ചെയ്യാണ് കാതറിൻ ആൻഡ് ഇമാജിൻസ് ഹിഡൻ മിസ്റ്ററീസ്. അപ്പോൾ ഒരു ലോക്ക്ഡ് ക്യാബിനറ്റ് കാണുന്നുണ്ട്, ഒരു ഫാന്റസി ഒക്കെ കാണുന്നുണ്ട് കാതറിൻ അബൌട്ട് സീക്രട്ട് പേപ്പേഴ്സ് ആൻഡ് ഓൾ. ഒരു ഗോത്തിക് സെറ്റപ്പ് ആണ് കാതറിന്റെ മനസ്സിലുള്ളത് നോർത്ത് ആബിയെ കുറിച്ച്. ചാപ്റ്റർ 19 കാതറിൻ ഒരു ക്യാബിനറ്റിലേക്ക് സ്നീക്ക് ഇൻ ചെയ്യാണ് അറ്റ് നൈറ്റ് ഓൺലി ടു ഫൈൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് നത്തിങ്. പക്ഷെ ഓൾഡ് ലോണ്ടറി ലിസ്റ്റ് ആണ് കണ്ടെത്തിയത് എൻ്റെ അടുത്ത്. സ്ലൈറ്റ്ലി എംബാരസ്ഡ് ആവുകയാണ്, ബട്ട്
still expects dark secrets. Chapter 20 Catherine General Tilney ഒരു foul play suspect ആണ് Catherine regarding his deceased wife. അപ്പൊ ഹെൻറി ഇവരെ ക്യാതറിനെ സ്നൂപ്പ് ചെയ്യുന്നത് ക്യാച്ച് ചെയ്യാണ് ജെൻറി റിപ്രിമൻസ്. ചാപ്റ്റർ 21 കാതറിൻ ഇസ് അഷെയിംഡ്. അപ്പം അവരുടെ ഇമാജിനേഷൻ അവരെ കൺട്രോൾ ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്ത് കാതറിൻ ഭയങ്കര ഗിൽറ്റി ആവുകയാണ്, അഷെയിംഡ് ആവുകയാണ്. ഷീ റിസോൾവ്സ് ടു ബി മോർ റാഷണൽ ആൻഡ് ലെസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ നോവൽസ്. അപ്പോൾ ഒരു ഈ നോവൽസ് എല്ലാം വായിച്ച് കാതറിനും അതുപോലെ തന്നെ ഇസബെല്ലയും അവർ ഫാന്റസൈസ്ഡ് ആയി പോവുകയാണ്. ഗോത്തിക് നോവൽസ് വായിച്ച് ആ ഒരു രീതിയിലാണ് അവരുടെ തോട്ട് പ്രോസസ്. ചാപ്റ്റർ 22 കാതറിൻ അവരുടെ നോർത്ത് അറേബ്യയിലുള്ള ഒരു സ്റ്റേ കണ്ടിന്യൂ ചെയ്യാണ്, നൗ വിത്ത് മോർ മെച്യൂരിറ്റി. അപ്പോൾ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ മെന്റൽ ഡെവലപ്മെന്റ് അവിടെ കാണിക്കുന്നുണ്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ. ടെൻഷൻസ് റൈസ് as Isabella's engagement to James breaks off. ചാപ്റ്റർ 23 ഒരു ഡിസ്ട്രസിംഗ് ലെറ്റർ ഫ്രം ജെയിംസ് റിസീവ് ചെയ്യാണ് കാതറിൻ. ഇസബെല്ല ഹാസ് എൻഡഡ് ദർ എൻഗേജ്മെന്റ് എന്നുള്ള ലെറ്റർ കാതറിൻ ജെയിംസിന് തന്നെ റിസീവ് ചെയ്യാണ്. ഷീ സീസ് ത്രൂ ഇസബെല്ലാസ് മാനിപ്പുലേഷൻ. ഇസബെല്ലയുടെ മാനിപ്പുലേഷൻസ് കണ്ടുപിടിക്കുകയാണ് കാതറിൻ. കാതറിൻ സീക്രട്ട്ലി പ്ലീസ്ഡ് ആണ് ദാറ്റ് ഹെൻറി ഹാസ് ഡിസ്റ്റൻസ്ഡ് ഹിംസെൽഫ് ഫ്രം ഇസബെല്ല. അപ്പം ഹെൻറിയും എൽനോറുമായിട്ടും കാതറിൻ ഭയങ്കര ക്ലോസ് ആവുകയാണ് ഇമോഷണലി. അങ്ങനെ അയക്കുമ്പോഴാണ് ചാപ്റ്റർ 25 ജനറൽ ടിൻലി കാതറിനോട് നോർത്താഞ്ചർ ആബി ലീവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വിട്ടു പോകാനായിട്ട് ഓർഡർ ചെയ്യാണ്. ഷീ സെൻഡ് ഹോം വിതൗട്ട് എക്സ്പ്ലനേഷൻ ഓർ എസ്കോർട്ട്. ഒരു ഇൻസൾട്ട് ആയിട്ടാണ് കാതറിനെ, ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിലാണ് കാതറിനെ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നത്. ചാപ്റ്റർ 26 കാതറിൻ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് വീട്ടിൽ തിരിച്ചു വരികയാണ്. ഹ്യൂമിലിയേറ്റഡ് ആൻഡ് കൺഫ്യൂസ്ഡ്. ഹർ പേരൻസ് വെൽക്കം ബാക്ക് കാതറിൻ കൈൻഡ്ലി ബട്ട് ആർ പസൽഡ് ബൈ ഹർ അബ്രപ്റ്റ് റിട്ടേൺ. അപ്പം ചാപ്റ്റർ 27 കാതറിൻ ടിൻലീസിനെ മിസ് ചെയ്യാണ്, റിഫ്ലെക്ട്സ് ഓൺ ഹർ എക്സ്പീരിയൻസസ്. അപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഹെൻറി അവരുടെ വീട്ടിൽ വരികയാണ്, കാതറിന്റെ വീട്ടിൽ. ചാപ്റ്റർ 28 ഹെൻറി എക്സ്പ്ലെയിൻ ചെയ്യാണ് കാതറിനോട് ദാറ്റ് ഹിസ് ഫാദർ തോട്ട് കാതറിൻ വാസ് വെൽത്തി. അപ്പം ജോൺ ത്രോപ്പ് പറഞ്ഞ ലൈസ് വിശ്വസിച്ച് ജനറൽ അല്ലെങ്കിൽ ഹെൻറിയുടെ ഫാദർ വിശ്വസിച്ചത് ദാറ്റ് കാതറിൻ വാസ് വെൽത്തി ആൻഡ് എക്സ്പെൽഡ് ഹെർ ആഫ്റ്റർ ലേണിംഗ് അതർവൈസ്. അപ്പൊ അവരോടുള്ള കാതറിനോടുള്ള ലവ് ഹെൻറി ഡിക്ലെയർ ചെയ്യാണ്. ചാപ്റ്റർ 29-30 ജനറൽ ടിൻലി കാതറിന്റെ റെസ്പെക്ട്ഫുൾ അല്ലെങ്കിൽ റെസ്പെക്ടബിൾ സ്റ്റാറ്റസ് മാനിച്ചുകൊണ്ട് ഇവരുടെ മാരേജിന് കൺസെന്റ് കൊടുക്കുകയാണ്, ഈവൻ ദോ ഷീ ഈസ് നോട്ട് റിച്ച്. അപ്പോൾ എൽനോർ ഒരു വെൽതി മാനിനെ മാരി ചെയ്യണം, വിച്ച് ഹെൽപ്സ് ഇംപ്രൂവ് ദർ ഫാമിലീസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ചാപ്റ്റർ 31 ഹെൻറി കാതറിനെ മാരി ചെയ്യാണ് ആഫ്റ്റർ ഓൾ ദർ ട്രയൽസ്. അപ്പോൾ ഓസ്റ്റൻ ഈ സ്റ്റോറി റാപ്പപ്പ് ചെയ്യുന്ന ഹ്യൂമറസ്ലി ആണ്, റിമൈൻഡിങ് റീഡേഴ്സ് ദാറ്റ് റിയൽ ലൈഫ് ഈസ് ഓൾവേസ് ലൈക്ക് എ ഗോത്തിക് നോവൽ. അപ്പോൾ ഗോത്തിക് നോവൽസ് വായിച്ച് ഇൻഫ്ലുവൻസ്ഡ് ആയി തോട്ട് പ്രോസസ് അതുപോലെ ആക്കരുത് എന്നൊരു വാണിംഗ് ആണ് ജെയിൻ ഓസ്റ്റൻ നോവലിന്റെ എൻഡിങ്ങിലൂടെ തരുന്നത്. മെയിൻ ക്യാരക്ടേഴ്സ് നോക്കാം. കാതറിൻ മോർലൻ ഒരു സ്വീറ്റ് നേച്ചർഡ് ഇമാജിനേറ്റീവ് ഹീറോയിൻ ആണ്, ഹു ലേൺസ് ടു ഗ്രോ ഇൻ ജഡ്ജ്മെന്റ്. ഹെൻറി ടിൻലി ഒരു വിറ്റി ആൻഡ് ഇന്റലിജന്റ് ക്ലർജിമാൻ ആണ്, കാതറിന്റെ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് കൂടിയിട്ടാണ്. എൽനോർ ടിൻലി ഹെൻറിയുടെ കൈൻഡ് കമ്പോസ്ഡ് സിസ്റ്റർ ആണ്. ജനറൽ ടിൻലി സ്ട്രിക്റ്റ് സ്റ്റാറ്റസ് കോൺഷ്യസ് ഫാദർ ആണ്. ഇസബെല്ല തോപ്പ് കാതറിന്റെ ഫ്ലിർട്ടീസ് ആൻഡ് മാനിപ്പുലേറ്റീവ് ഫ്രണ്ട്. ബാത്ത് ഒരു സ്ഥലമാണ്. ജോൺ തോപ്പ് ഇസബെല്ലയുടെ അരഗൻ ബ്രദർ ആണ്, ഹു ടേക്സ് ലൈക്കിംഗ് ടു കാതറിൻ. സ്ട്രക്ചർ നോക്കാം. 2 ഹൗസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ബാത്തിലെയും രണ്ടാമത്തെ വോളിയം നോർത്താഞ്ചർ ആബിയിലെയും കാര്യങ്ങളാണ് പറയുന്നത്. ബാത്ത് സൊസൈറ്റി, ഫ്ലിർട്ടേഷൻ, ഏർലി ഫ്രണ്ട്ഷിപ്സ് പോലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ നോർത്താഞ്ചർ ആബി ഇമാജിൻഡ് ഗോത്തിക് സസ്പെൻസ് ആൻഡ് ഇറ്റ്സ് അൺട്രാവലിംഗ് ആണ് മെൻഷൻ ചെയ്യുന്നത്. തീംസ് നോക്കാം. satire of Gothic novels. Austen popular Gothic vision of her time in a satirize ചെയ്യാണ്. കമ്മിങ് ഓഫ് ഏജ്, കാതറിൻ ഒരു ഡ്രീമിയ ഗേളിൽ നിന്ന് ഒരു യങ് വുമൺ വിത്ത് ബെറ്റർ ജഡ്ജ്മെന്റിലേക്ക് മെച്യൂർ ചെയ്യാണ് അല്ലെ ഡെവലപ്പ് ചെയ്യുകയാണ്. ഇമാജിനേഷൻ വേഴ്സസ് റിയാലിറ്റി. ഈ നോവൽ ക്രിട്ടിസൈസ് ചെയ്യാണ് ഹൗ ഓവർ ഇന്റലിജൻസ് ഇൻ ഫാന്റസി കൻ ഡിസ്റ്റോർട്ട് പെർസെപ്ഷൻ. സോഷ്യൽ ക്ലാസ് ആൻഡ് മാരേജ്. അപ്പോൾ എല്ലാ ഓസ്റ്റന്റെ എല്ലാ നോവൽസിനെ പോലെ തന്നെ ദീസ് ആർ എക്സാമിൻഡ് ക്രിട്ടിക്കലി ബട്ട് വിത്ത് സട്ടിൽ ഹ്യൂമർ. നോട്ടബിൾ എലമെന്റ്സ് നോക്കാം. നറേറ്റീവ് വോയിസ് highly ironic ആണ്, സെൽഫ് അവെയറും കൂടിയിട്ടാണ്. ഓസ്റ്റൻ ഓഫൻ ബ്രേക്സ് ദ ഫോർത്ത് വോൾ ടു കമന്റ് ഓൺ നോവൽസ് ആൻഡ് റീഡേഴ്സ്. ഗോത്തിക് പാരഡി. ഈ സസ്പെൻസും മിസ്റ്ററിയും കാതറിൻ ഇമാജിൻ ചെയ്യുന്ന സസ്പെൻസും മിസ്റ്ററിയും ആർ ഹ്യൂമറസ് ആൻഡ് ഗ്രൗണ്ടഡ് ബൈ റിയലിസ്റ്റിക് ഔട്ട്കംസ്.
In contrast to heroines like Jane Eyre, Catherine is deliberately ordinary and not conventionally heroic, which is part of Austen's satire. അപ്പം ഓസ്റ്റന്റെ മറ്റ് നോവൽസിലെ പോലെ തന്നെ ഈ മെയിൻ ക്യാരക്ടർ മെയിൻ ലീഡ് ഓർഡിനറി ആയിരിക്കും, നോട്ട് കൺവെൻഷനലി ഹീറോയിക്.